ഇന്ന് എൻ്റെ അടുക്കൽ ഒരു മോനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. ജോഷുവ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരുന്നു. ആ കുട്ടി ഒരാളെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇരട്ട പിള്ളേരാണ്. ഒരാൾ പോരട്ടെ, അവനും കൂടെ പോരട്ടെ. അവനും കൂടെ കുട്ടിക്ക് അവനെ വിളിച്ചോ. അങ്ങോട്ട് കയറുന്നടാ. അമ്മച്ചി കൊണ്ട് അങ്ങോട്ട് നിൽക്കാം. അമ്മച്ചിയുടെ പേരെന്താ? മോനിവിടെ നിൽക്കടാ കുട്ടാ. അമ്മച്ചിയുടെ വീട് എവിടാ? തേർത്തലി. രണ്ടാമത്തെ മോൻ്റെ ജോജോടെ സൗദിയിൽ. അമ്മച്ചിയുടെ രണ്ടാമത്തെ മകൻ്റെ മക്കളാണ് ഈ രണ്ട് പിള്ളേരുള്ളൂ. ഒരെണ്ണം ഉണ്ട്, പെൺകുച്ച, അവരവിടെയാ. രണ്ടാമത്തെ മകന് 3 മക്കളുണ്ട്. ഇത് 2 ആൺകുട്ടികൾ, ഇരട്ട കുട്ടികളാണ്. അത് കഴിഞ്ഞൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. അവരെല്ലാം സൗദിയിലാണ്. അപ്പോൾ ഈ അമ്മയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അല്ലേ? അപ്പച്ചനില്ലേ? ഉണ്ട്. ഇന്ന് ഈ അമ്മച്ചി ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കാണ് ഈ ചെവി കണ്ടോ? നിങ്ങൾക്ക് കാണാം ഈ ചെവി. അതായത് ചെവിയില്ല, ഈ ചെവിക്ക് ദ്വാരമില്ല. നിങ്ങൾക്ക് കാണാം ഈ ചെവിക്ക് ദ്വാരമില്ല. വെറും ഒരു ചെവി പോലെ ഇങ്ങനെ ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ചെവിക്ക് ദ്വാരമില്ല. ഈ ചെവിയുടെ ഇവിടെയൊക്കെ കട്ടിയാണ്. ഈ ചെവിക്ക് ജന്മന കേൾവിയില്ല. ബൈ ബർത്തില് ഈ ചെവിക്ക് കേൾവിയില്ല. ആൾ കേൾവിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ചെവിക്കുള്ളിൽ കേൾവിക്കുള്ളതായ അവയവങ്ങൾ, ഈ ഡ്രമ്മോ അങ്ങനെ ഒരു അവയവങ്ങളും ചെവിക്കകത്തില്ല. അതുകൊണ്ടാണ് ഈ ചെവി കേൾക്കാത്തത്. ചെവിക്ക് ദ്വാരവുമില്ല, കിഴുത്തയുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കാം. ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഹല്ലേലൂയ. അച്ഛൻ ഈ കുഞ്ഞിൻ്റെ ചെവി ഒന്ന് നോക്കാമോ? അച്ഛൻ തൊട്ട് നോക്കിയാൽ കഴുത്തുണ്ടോ? ഇല്ല 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 ഇല്ല. ഈ കുഞ്ഞിന് ഈ ചെവിക്ക് ദ്വാരമില്ല. നിങ്ങൾക്ക് കാണാം ഈ കുഞ്ഞിന് ഈ ചെവിക്ക് കേൾവിയില്ല. പക്ഷെ ഈ കുഞ്ഞിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ചെവിക്ക് ദ്വാരമില്ല, കേൾവിക്കുള്ള ഒരവയവങ്ങളും ഈ ചെവിക്കുള്ളില്ല. പക്ഷെ ഈ കുഞ്ഞിൻ്റെ ചെവി കേൾക്കാൻ തുടങ്ങും. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. കർത്താവ് ഇവിടെ ഒരു അത്ഭുതം ചെയ്യും. നമ്മൾ വായിക്കുന്നു ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ കുഞ്ഞിനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൈ ഞാൻ ഈ ചെവി ഈ ഭാഗം അങ്ങ് മൂടിപ്പിടിക്കുകയാണ്. എൻ്റെ ഈ കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും കരമെത്തി പിടിച്ച് ഈ കുഞ്ഞിനു വേണ്ടി സ്തുതിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു, ഈ കുഞ്ഞിൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ അങ്ങയുടെ കരം വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈ കുഞ്ഞിന് വലതു ചെവി ഇല്ലല്ലോ, അവിടെ ദ്വാരമില്ലല്ലോ. കർത്താവേ കേൾവിക്കുള്ള ഒരു അവയവങ്ങളുമില്ലാത്ത ഈ കുഞ്ഞിൻ്റെ വലതു ചെവിയുടെ ഈ ഭാഗത്തെ അങ്ങ് സ്പർശിക്കണമേ. ഈ കുഞ്ഞ് കേൾക്കുന്ന ശബ്ദങ്ങൾ തലച്ചോറിൽ എത്തട്ടെ. കേൾക്കുന്ന ശബ്ദങ്ങൾ വാക്കുകളായിട്ട് ഈ കുഞ്ഞു സംസാരിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും വിശ്വസിക്കാനാവാത്ത ഒരത്ഭുതം ഇവിടെ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ചെവിയില്ലാത്ത, ഈയറ്റമില്ലാത്ത, ചെവിക്കുള്ള ഒരു അവയവങ്ങളുമില്ലാത്ത, ചെവിക്ക് ദ്വാരമില്ലാത്ത ഈ കുഞ്ഞിൻ്റെ ഈ ഭാഗത്തൂടെ കേൾവി ശക്തി ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. In the name of Jesus. ഹല്ലേലൂയ. അസാധാരണമായ ദൈവശക്തി ഈ കുഞ്ഞിൻ്റെ മേൽ കടന്നു പോവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിൻ്റെ മേൽ ശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഞാൻ ഈ കുഞ്ഞിൻ്റെ ഇടത്തെ ചെവി അടച്ചു പിടിക്കാൻ പോവാണ്. ഇടത്തെ ചെവി ഞാൻ ഈ കുഞ്ഞിൻ്റെ ഇടത്തെ ചെവി അടച്ചു പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധമായ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോൻ്റെ പപ്പായുടെ പേരെന്നാ? ജോജോ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ജിഷ. മോൻ്റെ പേരെന്താ? ജോസ് പോൾ ജോജോ. മോൻ്റെ കൂടെയുള്ള
അവന്റെ പേരെന്താ? ജോഹാൻ പോൾ ജോജോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്കിള് പറയുന്നതെല്ലാം കേൾക്കാമോ? ആ. പറഞ്ഞ കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ ഈ കുഞ്ഞിന്റെ ചെവി ഒന്ന് അടച്ചു പിടിച്ചു. നന്നായിട്ട് അച്ഛൻ അടച്ചു പിടിച്ചോളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ നന്ദി. ഈശോയെ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, അങ്ങേ ഞാൻ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പേസലോ. യേശുവേ, യേശുവേ, അങ്ങാണ് അങ്ങ് ഏകരക്ഷകൻ. ഏകദേശക്ക്. ഈശോയെ, ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ഈശോയെ, ഈശോയെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നെ ഇഷ്ടം. ആമേൻ. ആമേൻ. കുട്ടനെല്ലാം കേൾക്കാമോ? ആ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാ. ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു അവൻ ഇവിടെ ഉണ്ട്. ചെവിയില്ലെങ്കിലും കേൾക്കും, അന്ധന്മാർ കാണും, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തനായവൻ ഇവിടെ ഉണ്ട്. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, കല്ലറെ പിളർത്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു അവൻ ഇവിടെ ഉണ്ട്. അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വീര്യമേറിയ പ്രവൃത്തികളും നടക്കും. കരമുയർത്തി വിളിച്ച യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പേസലോ. ആമേൻ. അമ്മേ. കുട്ടന്റെ പേരെന്താ? ജോസ് പോൾ ജോജോ. ആമേൻ. അമ്മേ. എല്ലാം കേൾക്കാമോ? ആ. കൈയടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു അച്ഛാ, താങ്ക് യു. അമ്മച്ചി കരയാണോ? ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. പിതാവേ കരുണ. യേശുവേ, ദൈവമേ. ഹല്ലേലൂയ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, അനുകമ്പയോടെ ശോകവേളയിൽ ആശ്വാസകൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നമ്മുടെ മധ്യത്തിൽ യേശു എത്ര വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആർക്കും വേണമെങ്കിലും ഈ കുഞ്ഞിനെ പരിശോധിക്കാം. പരിശോധിക്കുകയോ നിങ്ങൾ സംസാരിക്കുകയോ എന്തുകൊണ്ടും ചെയ്യാം. ഇവിടെ ഈ കുഞ്ഞുണ്ട്, ജോഷുവ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാതുകൾക്ക് വിശ്വസിക്കാനാത്ത അത്ഭുത പ്രവൃത്തികൾ യേശു ചെയ്യും. ഹല്ലേലൂയ. കാരണം അവൻ ജീവിക്കുന്ന ദൈവ, അവൻ സർവശക്തനാ, അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. കുട്ടന് സന്തോഷമായിടാ ആണോ? ആരാ സൗഖ്യം നൽകിയത്? ഈശോ. ഈശോ. ആരാ സൗഖ്യം തന്നത്? ഈശോ. ഈശോയ്ക്ക് നന്ദി. ഈശോയ്ക്ക് നന്ദി. അമ്മേ. ആരാ സൗഖ്യം കൊടുത്തത്? ഈശോ. ചെവിയുടെ ഇതിനു വേണ്ടി ഡോക്ടർമാരൊക്കെ അവിടെ നിന്നൊക്കെ കാണിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ തളപ്പറമ്പിൽ കാണിച്ച് അന്നേരം ഇവൻ്റെ ചെവിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്യേണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ, ഈശോ പിറവിയാലേ ഉണ്ടായതല്ല, അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. 3 ദിവസമായുള്ളൂ ഇവിടെ വന്നിട്ട്. എന്നും ഇവിടെ അമ്മച്ചി 3 ദിവസമായിട്ട് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നതും ഈ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കർത്താവെന്ന് സൗഖ്യമാക്കും, ഒരത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അല്ലേ? സന്തോഷമായോ? സന്തോഷമായി. കൈയടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവ് ചെയ്ത മഹത്വമേറിയ പ്രവർത്തിക്ക് നന്ദി പറയാം. Oh Jesus, you are my Lord.